ആരംഭിക്കുന്നു. മിഷൻ അർജുൻ ഇന്ന് 13ാം ദിവസമാണ്. നമ്മളും നോക്കുകയാണ് അർജുൻ എവിടെയാണ്, അർജുന്റെ തിരോധാനം, അർജുൻ എവിടെയാണ്, അർജുനെ തേടിയെത്താനുള്ള ദൗത്യത്തിനൊപ്പം മാധ്യമ ദൗത്യവുമായി ഞങ്ങൾ തുടരുകയാണ്. ഇന്ന് 13ാം ദിവസമാണ്. ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഗംഗാവലി നദിയിൽ ഇറങ്ങി ഇന്ന് വീണ്ടും പരിശോധന നടത്തുകയാണ്. ദുഷ്കരമാണ് അവിടുത്തെ ദൗത്യം, തർക്കമില്ല അക്കാര്യത്തിൽ. നമുക്ക് അവിടുത്തെ ദൃശ്യങ്ങൾ കാണാം. എസ് വിനേഷ് കുമാറുണ്ട്. വിനേഷ്, ദൃശ്യങ്ങളിൽ ഇന്നും ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇറങ്ങുന്നു. ഇന്നലെ ഇറങ്ങിയപ്പോൾ ഇന്നലെ നേരിട്ട വെല്ലുവിളികളടക്കം അവർ വിശദമാക്കി കഴിഞ്ഞു. അങ്ങേയറ്റം ദുഷ്കരമാണ് സാഹചര്യം. മനുഷ്യ സാധ്യമല്ലാത്ത ചില പ്രതിസന്ധികളൊക്കെ അവിടെ വെല്ലുവിളിയായി മുന്നിലുണ്ട്. പക്ഷെ അതിനെയും അതിജീവിച്ചുകൊണ്ട് ഇന്നും ദൗത്യം തുടരാൻ തന്നെ തീരുമാനം. എന്താണ് അവിടുത്തെ സാഹചര്യം? സജിത്ത്, ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ നദിയിലേക്ക് ഇറങ്ങുകയാണ്. അവരുടെ ദൗത്യം, രക്ഷാദൗത്യം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇന്നലെ അവർ നടത്തിയിരിക്കുന്നത് അതിന് തൊട്ട് മുകളിലുള്ള മൺകൂനയിലായിരുന്നു. പക്ഷേ അവിടെ ഇന്നലെ പരിശോധിച്ചപ്പോൾ ചെളിയും കല്ലും മാത്രമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ചെളിയും കല്ലും ഒപ്പം തന്നെ ഈ കമ്പി കഷ്ണങ്ങളും അതുപോലെ മരങ്ങളും എല്ലാം തന്നെ മരത്തടികളുമെല്ലാം അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ലോറി ഇല്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് ഈ മൽപ്പ സംഘം എത്തിച്ചേർന്നത്. നാവികസേനയും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ തൊട്ട് താഴെയുള്ള ഭാഗത്തേക്കാണ് ഇപ്പോൾ തെരച്ചിൽ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആ മൺകൂനയുടെ തൊട്ട് താഴെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതായത് ഗംഗാവലി നദിയുടെ തന്നെ ആ മൺകൂന രൂപപ്പെട്ടതിൽ നിന്ന് ഏകദേശം ഒരു കുറച്ച് താഴോട്ട്, അതായത് നമുക്ക് നടന്നു പോകാനുള്ള ദൂരം എന്ന് പറയുന്നത് പോലെയുള്ള ദൂരത്തിൽ തന്നെ ഇതിന്റെ തൊട്ട് താഴെയുള്ള സ്ഥലത്താണിപ്പോൾ ഇവർ ഇറങ്ങുന്നത്. എന്തായാലും ആ ഭാഗത്ത്, ഈ മൺകൂന നിൽക്കുന്ന ഭാഗത്തിന്റെ പരിസരങ്ങളിലും എല്ലാം തന്നെ പരിശോധന നടത്തും. എന്നാൽ ഈ സിഗ്നൽ ഇപ്പോൾ ഇനി 3 സിഗ്നൽ, 1, 2, 3 ഭാഗങ്ങളിലുള്ള സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. അതായത് റഡാർ വഴി സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. അവിടെയാണ് കാര്യമായ പരിശോധന നടത്തേണ്ടത്. ആ പരിശോധനയിൽ കൂടി ലോറി അവിടെ ഇല്ല എങ്കിൽ ഈ ദൗത്യം ഏറെക്കുറെ അവസാനിപ്പിക്കാൻ തന്നെയാണ് അധികൃതരുടെ തീരുമാനം എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ 3 സ്ഥലങ്ങളിൽ കൂടി ഇവർ ഇറങ്ങേണ്ടതുണ്ട്. അതീവ സജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ അതീവ ദുഷ്കരമായ ഒരു ദൗത്യത്തിലേക്ക് കടക്കുന്നത്. കാരണം അടിയൊഴുക്ക് ശക്തമാണ്. 6 നോട്ട്സിനേക്കാൾ കൂടുതൽ അടിയൊഴുക്കാണ് ഇപ്പോഴുള്ളത്. 6 നോട്ട്സിന്റെയും 8 നോട്ട്സിന്റെയും ഇടയിൽ അടിയൊഴുക്കുണ്ടെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ നേവിയുണ്ട്. നേവി യഥാർത്ഥത്തിൽ നേവിക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം 3 നോട്ട്സോളം വെള്ളം 3 നോട്ട്സിൽ കൂടാതെ അടിയൊഴുക്കുണ്ടെങ്കിൽ മാത്രമേ നേവിക്ക് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. എന്തായാലും ഇപ്പോൾ തൽക്കാലം ഈ മത്സ്യത്തൊഴിലാളികളുടെ സംഘം മൽപ്പ തന്നെയായിരിക്കും ഈ ദൗത്യവുമായി മുന്നോട്ടിറങ്ങുക. എന്തായാലും മറ്റുള്ള ദൗത്യങ്ങളെല്ലാം ഏറെക്കുറെ ഉപേക്ഷിച്ച മട്ടാണ്. അതായത് ഈ ഫ്ലോട്ടിംഗ് പാൻഡൂൺ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. അത് രാജസ്ഥാനിൽ നിന്ന് എത്തിക്കും, ഇന്നലെ രാത്രി തന്നെ എത്തിക്കുമെന്നായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ഫ്ലോട്ടിംഗ് പാൻഡൂൺ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടക്കില്ല. പിന്നെയുള്ളത് കാർവാറിലാണ്. ഇവിടെ അടുത്താണ് കാർവാർ. ഇവിടെ നിന്ന് 1.5 മണിക്കൂർ ദൂരം പോയി കഴിഞ്ഞാൽ കാർവാറാണ്. കാർവാറിൽ ഈ ഫ്ലോട്ടിംഗ് പാൻഡൂൺ ഉണ്ട്. പക്ഷേ അത് അസംബിൾ ചെയ്യാനുള്ള വിദഗ്ധ തൊഴിലാളികളില്ല, അത് അസംബിൾ ചെയ്യുന്ന വിദഗ്ധരായ ആളുകളില്ല എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവരാൻ തീരുമാനിച്ചത്. പക്ഷേ ഇന്നലെ രാത്രി അത് എത്തിയിട്ടില്ല. അതും ഒരുപക്ഷെ അതുകൊണ്ടും സാധ്യതയില്ല. ഈ തെരച്ചിൽ, ഈ വെള്ളം ഈ രീതിയിൽ കുത്തിയൊഴുകി പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കൊണ്ടും കാര്യമില്ല. ഒരു ഫ്ലോട്ടിംഗ് പാൻഡൂൺ ഉപയോഗിച്ചുകൊണ്ടും ഇത് തെരയാൻ കഴിയില്ല എന്നൊരു നിഗമനത്തിൽ ഇവർ എത്തിച്ചേർന്നിട്ടുണ്ട്. നേവി ഉൾപ്പെടെ, നേവിയിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. മറ്റൊന്ന്, കാന്തം ഉപയോഗിച്ചുകൊണ്ട് ഇത് കണ്ടെത്തുക എന്നുള്ളത്. വെള്ളത്തിൽ അത് എത്രത്തോളം പോസിബിൾ ആവും എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. ഇതിന്റെ വിദഗ്ധർക്ക് തന്നെ സംശയമുണ്ട്. പക്ഷേ അത് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോഴും ഇതിലെ വെല്ലുവിളികൾ, നമുക്ക് ഈ മണ്ണിടിഞ്ഞു വന്നതിന്റെ കൂടെ ഇലക്ട്രിക് ലൈനിലെ കമ്പികളും അതുപോലെ തന്നെ ലോഹവസ്തുക്കൾ ധാരാളം പുഴയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലഭിക്കുന്ന സിഗ്നൽ എല്ലാം ലോറിയിൽ നിന്നുള്ള സിഗ്നൽ അല്ല എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. ഈ ഇരുമ്പ് കഷ്ണം, ഇപ്പൊ ഇന്നലെ ഈ മൽപ്പ സംഘം ഇറങ്ങിയ ഭാഗത്തു നിന്ന് കമ്പിയും അതുപോലെ തന്നെ ഈ ടിൻ ഷീറ്റ്, അവിടെ ഉണ്ടായിരുന്ന ഒരു ചായക്കട, ലക്ഷ്മണയുടെ ചായക്കടയിൽ ഉണ്ടായിരുന്ന ടിൻ ഷീറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കുത്തിയൊഴുകി അവിടെ പുഴയിലെത്തി അവിടെ ഡിപ്പോസിറ്റ് ആയിട്ടുണ്ട്. ആ ഭാഗങ്ങളിൽ മണ്ണിനോട് ചേർന്ന് മണ്ണും കല്ലും എല്ലാം ഉണ്ട്. അവിടെ മരത്തടികളും അവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ലോറി ഇല്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി അടുത്ത സിഗ്നലുള്ള സ്ഥലങ്ങൾ, അടുത്ത ഭാഗങ്ങൾ, അടുത്ത സിഗ്നൽ ലഭിച്ച സ്ഥലങ്ങളിലേക്കാണ് ഇപ്പോൾ തെരച്ചിൽ മാറ്റിയിട്ടുള്ളത്. അതായത് തൊട്ട് ആ മൺകൂനയിൽ നിന്ന് തൊട്ട് താഴെയുള്ള സ്ഥലത്തേക്കാണ് ഇപ്പോൾ മൽപ്പ സംഘം ഇറങ്ങുന്നത്. സജിത്ത്. യെസ്, വിനേഷ് സൂചിപ്പിക്കുന്നത്. വിനേഷ്, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ വിനേഷ് നിൽക്കുന്നത് ഈ
ദുരന്ത നടന്ന സ്ഥലത്തല്ല എന്ന് തോന്നുന്നു. പുഴയുടെ മറ്റൊരു മേഖലയിൽ നിന്നാണോ ഇന്ന് അവർ ദൗത്യം ആരംഭിക്കുന്നത്? അവർ പുഴയിലേക്ക് ഇറങ്ങുന്നത് മറ്റൊരു മേഖലയിൽ നിന്നാണ്. എന്താണ് ആ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത? സജിത്ത്, ദുരന്തം നടന്ന സ്ഥലം തന്നെയാണത്. അതിന്റെ തൊട്ട് താഴെയാണ്. നമുക്ക് അങ്ങോട്ട് കാണാം, അങ്ങോട്ടൊന്ന് പ്ലാൻ ചെയ്യും. നമുക്ക് ആ മല കാണാം. ഈ മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞത് കാണാം. ഇതിങ്ങനെ അങ്ങേ അറ്റം വരെ ഇടിഞ്ഞിട്ടുണ്ട്. ഇത് റോഡിലേക്ക് വീണ മണ്ണെല്ലാം നീക്കം ചെയ്തതാണ്. ഇതിന്റെ ഇപ്പോൾ ഇവർ ഇറങ്ങുന്നതിന്റെ തൊട്ടുമേലെ ഏകദേശം ഒരു 300 മീറ്റർ അപ്പുറം ആണ് ആ കടയുണ്ടായിരുന്നത്. അവിടെ പൂർണ്ണമായി അവിടെയല്ല ഇപ്പോൾ ഇറങ്ങുന്നത്. ഇന്നലെയൊക്കെ അവിടെയാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത്. കേവലം ഒരു 300 മീറ്റർ, ഈ 300 മീറ്റർ ഇത് മിക്ക ഇടങ്ങളിലും ഇതുപോലെ തന്നെ ഇടിഞ്ഞിട്ടുണ്ട്. അങ്ങ് അറ്റം മുതൽ ഇവിടം വരെ ഇടിഞ്ഞിട്ടുണ്ട്. പക്ഷെ വലിയ തോതിൽ മണ്ണ് റോഡിലേക്ക് വന്നത് ഇത് ഇവിടെ നിന്ന് ഒരു 200-300 മീറ്റർ അപ്പുറമാണ്. അതിനോട് ചേർന്നാണ് ആ മൺകൂനയുള്ളത്. അവിടെയായിരുന്നു ലക്ഷ്മണയുടെ കടയും ഉണ്ടായിരുന്നത്. അതിന്റെ തൊട്ട് താഴെ അവിടുത്തെ ദൗത്യം ഏറെക്കുറെ പൂർത്തിയാക്കുകയല്ല, അവിടെ ഇന്നലെ പരിശോധിച്ച സമയത്ത് ഇത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഈ ലോറി അവിടെ ഇല്ല എന്നുള്ളൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. കാരണം അവിടെ കമ്പിയും, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കമ്പിയും മറ്റ് ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു പോയതുകൊണ്ട് അതിലുണ്ടായിരുന്ന കമ്പിയും മറ്റ് ലോഹവസ്തുക്കളെല്ലാം തന്നെ പുഴയിൽ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അവിടെയല്ല, അതിന്റെ തൊട്ട് താഴെ മറ്റ് സിഗ്നൽ കിട്ടിയ സ്ഥലത്തേക്കാണ് ഇപ്പോൾ തൽക്കാലം മാറുക. എന്തായാലും ഈ മൺകൂനയുടെ പരിസരം തന്നെയാണിത്. ഇതൊന്ന് കുറെ മാറിയിട്ടൊന്നുമല്ല, മൺകൂനയുടെ പരിസരം തന്നെയാണ്. ഇവിടെ സാധാരണ നിലയിൽ ഇവിടെ നിന്നാണ് ബോട്ട് ഇറക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെയാണ് നേവിയും അതുപോലെ തന്നെ നേവി ഉണ്ട്, അതുപോലെ തന്നെ പ്രത്യേക ദൗത്യ സംഘം, ഈ പ്രകൃതി ദുരന്ത നിവാരണ വിഭാഗത്തിന്റെ ദൗത്യസംഘം ഉണ്ട്. 2 സംസ്ഥാനത്തിന്റെയും ഉണ്ട്, അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെയും ഇവിടെയുണ്ട്. ഒപ്പം തന്നെ ഈ മൽപ്പെ സംഘവുമുണ്ട്. എല്ലാവരും ഇവിടെ തന്നെ സജീവമായിട്ടുണ്ട്. അല്പസമയത്തിനകം ഡൈവിംഗ് ഉണ്ടാവും. എന്തായാലും പ്രതികൂല കാലാവസ്ഥ തന്നെയാണ്. ഇപ്പോൾ കുറച്ചു നേരത്തേക്കൊന്നും മഴ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ ശക്തമായ മഴ ഇടവിട്ട് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പക്ഷേ ഒരു മണിക്കൂർ മുമ്പ് ഒരു ശക്തമായ മഴ പെയ്തു. അതിനുശേഷം മഴയുണ്ടായിട്ടില്ല. എന്തായാലും അവരവരുടെ ശ്രമത്തിലേക്ക്, ആ ദൗത്യത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും അവിടെയും കൂടെ ഇല്ലെങ്കിൽ ഈ 2 സ്ഥലത്തും ലോറി, ഈ സിഗ്നൽ ലഭിച്ചിരിക്കുന്ന 2 സ്ഥലത്തും ലോറി ഇല്ലെങ്കിൽ പിന്നെ ദൗത്യം ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അധികൃതർ പറയുന്നൊരു കാര്യം അത് തന്നെയാണ്. ലോറിയെക്കുറിച്ച് ഇനിയും സൂചന അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ദൗത്യവുമായി മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല. അതിൽ മാത്രമല്ല, ലോറിക്കകത്ത് അർജുൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിലും എല്ലാം സംശയം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അധികൃതർ ഇന്നുകൂടെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. മറ്റുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള പദ്ധതി ഉപേക്ഷിച്ച മട്ടാണ്. ഇനിയിപ്പോൾ കാർവാറിൽ നിന്ന് പോലും കൊണ്ടുവരാൻ കഴിയില്ല. ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ കൊണ്ടുവരണമെങ്കിൽ അതിന് വിദഗ്ധരായ ആളുകൾ വേണം. അതില്ലാത്തത് കൊണ്ട് തൽക്കാലത്തേക്ക് അതെല്ലാം മരവിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും മന്ത്രി AK ശശീന്ദ്രൻ സ്ഥലത്തുണ്ട്. റിയാസ് ഇന്നലെ മടങ്ങിയതാണ്. ശശീന്ദ്രൻ കാര്യങ്ങൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ ഈ സ്ഥലത്തേക്ക് വരും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ദിനേശ്, എന്തായാലും തുടരുക.